മോഹൻലാലിൻ്റെ ചിത്രം കണ്ടാലുടൻ ചിലർക്ക് ക്രിമികടിയാണ്. ഏത് വാർത്തയ്ക്കും മോഹൻലാലിൻ്റെ ചിത്രം ഇടും. ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഓരോ ലൈംഗിക പീഡന പരാതികൾ വരുമ്പോഴും പല മാധ്യമങ്ങളും മോഹൻലാലിൻ്റെ പടം വെക്കുന്നു. റീച്ച് കിട്ടാനാണ് അത്ര. റീച്ച് കിട്ടാൻ വേണ്ടി കള്ള വാർത്തകൾക്ക്, ബലാത്സംഗ വാർത്തകൾക്ക് മോഹൻലാലിൻ്റെ പടം കൊടുക്കുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറയണം, നാറിത്തരമാണ് അല്ലേ? ഇങ്ങനെ ചെയ്യാമോ? ഒരു മലയാളത്തിലെ മഹാപ്രതിഭയായ ഒരു നടൻ്റെ ചിത്രം അശ്ലീലമായ അനാശാസ്യമായ വാർത്തകൾക്കൊപ്പം ചേർക്കുന്ന മാധ്യമ പ്രവർത്തനത്തെ പിണറായി വിജയൻ വിളിച്ചതുപോലെ അല്ലേ വിളിക്കേണ്ടത്? അശ്ലീല ജേർണലിസം എന്ന് വിളിക്കാം. അത് പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്നു. പണ്ട് എം ലീലാവതി കുറച്ച് മാറ്റിയിരുന്നു ഈ വാക്ക്, ജേർണലിസം. പിന്നെ യെല്ലോ ജേർണലിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിനും മലയാളത്തിൽ എന്തോ പറയും, ചീഞ്ഞ എന്തോ സംഭവമാണ് ഇത്. എത്തിക്കലല്ല, എത്തിക്സ് ജേർണലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും അത് പഠിപ്പിക്കുന്നൊരു ക്ലാസ്സുമാണ്. എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞേക്കാം. ഈ ന്യൂസ് മിനിറ്റ് ധന്യ രാജേന്ദ്രൻ്റെ അല്ല സാർ, അതിനിടയ്ക്ക് ഇത് പറയും മുമ്പ് ഈ മോഹൻലാലിനോട് എന്താണ് ചിലർക്ക് മോഹൻലാലിനെ അങ്ങ് ആക്രമിക്കണം? ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മോഹൻലാലിൻ്റെ പേരൊന്ന് വരണമായിരുന്നു എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അത് കിട്ടാത്തതിൻ്റെ നിരാശ കാണിക്കുകയാണ്. മോഹൻലാലിനെ ആക്രമിക്കാൻ വല്ലാത്ത ത്വരയാണ്. ഈ മോഹൻലാലും കൂടി ഇതിൻ്റെ അകത്ത് പെട്ടിരുന്നു എന്ന് കരുതുക, എന്തായിരുന്നേനെ? അതെ, ഇതില് സത്യത്തിൽ ജാതിയും മതവും പറയാന്നൊക്കെ ആളുകൾ കരുതും. പക്ഷെ സിദ്ദീഖ് അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ആരാ അങ്ങനെ നോക്കുമ്പോൾ? അതെ അതെ അതെ, ഇതിപ്പോ ഹിന്ദുക്കളായതുകൊണ്ട് പറയാതിരിക്കാം. വൃത്തികേടും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി. ജയസൂര്യയുടെ കാര്യത്തിലൊക്കെ അടുത്ത കാലത്ത് ജയസൂര്യ ഒരു പ്രോ ഹിന്ദു നിലപാടൊക്കെ എടുത്തു. പണ്ട് കൃഷിക്കാർക്ക് പൈസ കൊടുക്കാത്തതിൻ്റെ കണക്ക് പറഞ്ഞതിൻ്റെ പേരിൽ സഖാക്കൾ വലിയ ആക്രമണം നടത്തി. പിന്നീട് ചില ഹിന്ദു പരിപാടികളിൽ ജയസൂര്യ പങ്കെടുത്തു. അങ്ങനെയൊക്കെ പറയാം വേണമെങ്കിൽ. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം മലയാള സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയയുടെ ഈ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ അദ്ദേഹം ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഇടതുപക്ഷക്കാർക്കും ലെഫ്റ്റ് ലിബറൽ സുഡാപ്പികൾക്കും വലിയ ശത്രുതയാണ് മോഹൻലാലിന്. ഞാൻ പറഞ്ഞത് അതാണ്. എന്താണെന്ന് വെച്ചാൽ ആ മോഹൻലാലിനെയും കൂടി അതിൽ നിന്നും നീക്കിയിരുന്നുവെങ്കിൽ അഡപ്പട്ടല്ലേ ഇത് മട്ടാഞ്ചേരി മാഫിയയുടെ കയ്യിലായി പോയേനെ. മോഹൻലാൽ മുള്ളിങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാവരും അത്യാവശ്യം ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്, സിദ്ദീഖ് ഒഴിച്ചിട്ടുള്ള എല്ലാവരും. ഇതിൽ ഇതുവരെ പേര് വന്നിരിക്കുന്നവർ അല്ലാത്ത ആളുകളിലൊക്കെ മറവിൽ നിൽക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ. അതാണ് വാസ്തവം. ഞാൻ അങ്ങനത്തെ ഒരു സംഗതി പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ സത്യത്തിൽ ഈ ധന്യ രാജേന്ദ്രനൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. ധന്യ രാജേന്ദ്രൻ ദ ന്യൂസ് മിനിറ്റ്, എനിക്കത് പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ദ ന്യൂസ് മിനിറ്റ്, അവർ മലയാളിയാണ്, ഇവിടെയൊക്കെ പ്രവർത്തിച്ചിരുന്നതാണ്, പാലക്കാടുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ദ ന്യൂസ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വേറെ സ്ഥലത്ത് നിന്നൊക്കെ വെഞ്ചർ ഫണ്ട് എന്ന് പറയില്ലേ, ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് സ്ഥലത്ത് നിന്ന് ഫണ്ടൊക്കെ കിട്ടും. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ന്യൂസ് മിനിറ്റിലൊക്കെ തുടക്കത്തിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ, പണം അയച്ചു തരൂ എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം അത് വേണ്ട. ഇപ്പോൾ അതുകൊണ്ടാന്ന് ഇത്തരം ചില മാധ്യമങ്ങൾക്ക് ന്യൂസ് മിനിറ്റ് അക്കൂട്ടത്തിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ന്യൂസ് മിനിറ്റിനും ഡൂൾ ന്യൂസിനും ബാംഗ്ലൂരിൽ ഫണ്ട് കൊടുക്കുന്നത് ഒരേ ഓർഗനൈസേഷനാണ്. അത് മാത്രമല്ല, ഈ ഇത്തരം മാധ്യമങ്ങൾക്ക്, ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കൊക്കെ വലിയ തോതിൽ ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ട് വരുന്നത് പിടിക്കപ്പെടും ആയതുകൊണ്ട് ഉടനെ ഒരു മാറ്റം വന്നു. സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ അടയ്ക്കുന്ന തരത്തിലാണ്, സബ്സ്ക്രൈബേഴ്സായിട്ടാണ് പണം വരുന്നത്. വലിയ തുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് $100, $500, $1000 ഒക്കെ വരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസ് ലോണ്ട്രി, വയറ്, കാരവൻ, ഇങ്ങനെ കുറേ മറ്റേ സ്യൂഡോ ലെഫ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതുങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഡിജി പബ്, അതിൻ്റെ മേധാവിയില്ലേ ധന്യ രാജേന്ദ്രൻ? അതിലും ഒക്കെ അവരുണ്ട്. അതിൻ്റെ ചെയർപേഴ്സണോ? അതെ അതെ, അവർ അതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. പിന്നൊരാൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആള് സീമ ചിസ്തി, നമ്മുടെ യെച്ചൂരിയുടെ ഭാര്യ. അപ്പോൾ അവർ രണ്ടുപേരുമാണ്. അപ്പോൾ അതിന്
വിദേശ ഫണ്ടൊക്കെ വരുന്നു, ഈ ഡിജി പബ്ബുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ സാറിന് ജോർജ് സോറോസിന്റെ ആണ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് അവരെന്തോ ഇപ്പൊ അത് സോറോസിന്റെ ആണെന്ന് പറഞ്ഞിട്ട് എന്തോ വാർത്ത അവര് എവിടെയോ കോടതിയിൽ പോയിട്ട് ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് അങ്ങനെയൊക്കെ പറഞ്ഞായിട്ട് അടുത്ത കാലത്ത് ആളുകളും പറഞ്ഞു അവർക്ക് അനുകൂലമായി എന്തോ ഒരു കോടതി വിധി വന്നു, ഈ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഇതിപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ധന്യ രാജേന്ദ്രൻ്റെ പേരെന്തിനാ പറയുന്നത്? അതെന്താന്ന് വെച്ചാൽ ന്യൂസ് മിനിറ്റിൽ 2 ഘട്ടത്തിൽ, ഒന്ന് ഈ രാധിക ശരത് കുമാർ അടുത്ത കാലം, നമ്മുടെ ശരത് കുമാർ നടൻ, സുപ്രീം സ്റ്റാർ ഭാര്യ രാധിക പഴയ ശരത് കുമാർ ഇപ്പോൾ BJP ചേർന്നു. രാധിക എനിക്ക് എൻ്റെ ഓർമ്മ പഴയ MR രാധയുടെ മോളാണെന്നാണ് എൻ്റെ ഓർമ്മ. മറ്റേ MGRനെ വെടിവെച്ചില്ലേ പഴയ നടൻ. അപ്പോൾ രാധിക ഒരു വെളിപ്പെടുത്തൽ നടത്തി. കാരവനിലിരിക്കാനൊക്കെ അവർക്ക് പേടിയാണ്. കാരവനിലൊക്കെ ഇരുന്നിട്ട് ഇവർ വസ്ത്രം മാറുന്നത് അങ്ങനത്തെ സംഗതികളൊക്കെ ഇതിൻ്റെ അകത്ത് ബഗ്ഗിങ് നടന്നിട്ട് ഹിഡൻ ക്യാമൊക്കെ വെച്ചിട്ട് ഇത് ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ കാണുകയും ഞെട്ടുകയും ചെയ്തു എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ ന്യൂസ് മിനിറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കാരവൻ്റെ അകത്ത് ഇങ്ങനെ നഗ്ന ചിത്രങ്ങൾ നടിമാരെ ചിത്രീകരിക്കുന്നുണ്ട് എന്ന് രാധിക പറഞ്ഞ വാർത്തയുടെ കൂടെ ഇട്ടത് മുകളിൽ മോഹൻലാലിൻ്റെ ചിത്രം. അപ്പോൾ അത് മോഹൻലാൽ ആണ് ഇതിന്റെ പിന്നിൽ എന്ത് മോഹൻലാലിന്റെ കാരവനിലാണെന്നും പ്രേക്ഷകർ വായിക്കുന്നവർ ധരിച്ചോളണമെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. റീച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കുന്നത്? അപ്പം ഇതിനെ ചൊല്ലിയിട്ട് ഇത് കണ്ടിരുന്ന ആളുകളൊക്കെ മോഹൻലാലിൻ്റെ ആരാധകരൊക്കെ ഭയങ്കരമായിട്ട് ഈ കോലാഹലം കമൻറ്റും ഒക്കെ ആയിട്ട് വന്നിരുന്നു. അവർ പല ആളുകളും ചോദിച്ചിരുന്നു, ഇതിൽ രാധിക പറഞ്ഞതുമായിട്ട് മോഹൻലാലിന് എന്താ ബന്ധം, നിങ്ങളെന്തിനാ ഈ ചിത്രം കൊടുത്തേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ധന്യ രാജേന്ദ്രൻ പറയുന്നത് അമ്മ പിരിച്ചു വിട്ടതിനെ പറ്റിയൊക്കെ ആ വാർത്തയുടെ ഉള്ളിൽ എവിടെയൊക്കെ പറയുന്നുണ്ട്. ഇയാൾ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, അപ്പം ഞങ്ങൾക്ക് കൊടുക്കാമെന്നാണ്. അതൊന്നും വിലപ്പോന്നൊരു ന്യായമല്ല. ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു വാർത്ത അവരുടെ പവർ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കോളമുണ്ട്. ആ കോളം ധന്യ രാജേന്ദ്രനും വേറെ 2 ശിഷ്യന്മാരും കൂടി കമ്പൈൽ ചെയ്യുന്നതാണത്. 2-3 പേര് കൂടി എഴുതുന്ന പരിപാടികളുണ്ടല്ലോ. കേരള ഗവൺമെൻറ് ഇൻ എ ടൈറ്റ് സ്പോട്ട് ആൻഡ് ഹൂ വിൽ ബാഗ് AMDMK കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അത് അതിൻ്റെ അടിയിൽ എവിടെയൊക്കെ ഹേമ കമ്മിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഒന്നിച്ച് പറയുന്ന ഒരു ന്യൂസ് സാധനമാണത്. കൊളാഷ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ അതിൽ മോഹൻലാലിൻ്റെ പടം. അതൊക്കെ ഇതുമായിട്ട് അതിൻ്റെ അകത്ത് അടിയിലെവിടെയൊക്കെ അപ്പോൾ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മോഹൻലാലിൻ്റെ പടം. കഴുത കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞതുപോലെ മോഹൻലാലിനെ കിട്ടാത്തത് കൊണ്ട് മോഹൻലാലിൻ്റെ പടം എല്ലാ വ്യഭിചാര കേസിൻ്റെ കൂടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കങ്ങ് തൃപ്തിയാവും. അതായത് പേര് പറയാതെ ഏതെങ്കിലും ഒരു നടി ഒരു ആരോപണം ഉന്നയിച്ചു എന്നിരിക്കട്ടെ, ന്യൂസ് മിനിറ്റ് ഉടനെ കയറി മോഹൻലാലിൻ്റെ പടം വെക്കും. ശരിക്കും മോഹൻലാൽ കേസ് കൊടുക്കേണ്ടതാണ്. കേസ് കൊടുക്കണം അദ്ദേഹം. ഈ ഗാങ് ഓർഡറൊക്കെ പുള്ളി ഇവര് മേടിച്ചില്ലേ ധന്യ രാജേന്ദ്രൻ, അവരെ പറ്റി ഈ ആരോപണം ഉന്നയിക്കുന്നത്, അതുപോലെ മോഹൻലാൽ ചെയ്യേണ്ടതാണ്. ധന്യ രാജേന്ദ്രന് സ്വകാര്യതയ്ക്ക് അവകാശമുണ്ടെങ്കിൽ മോഹൻലാലിനും ഉണ്ടല്ലോ. മാത്രമല്ല വൃത്തികെട്ട ആരോപണങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുകയാണ് മോഹൻലാലിനെ. ഈ കാരവന്റെ കാര്യം ശരിക്കും നോക്കൂ. ആ രാധിക ആരെയോ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം കാരവൻ്റെ കാര്യത്തിലൊക്കെ. രാധികയ്ക്കുമൊക്കെ കാരവൻ പ്രൊവൈഡ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു ആ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ. പിന്നെ അവർ കാരവൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. അവർ പേര് പറഞ്ഞിട്ടില്ല, ആരുടെയും നടനാണോ നടിയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത് എവിടെ നടന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അതിൻ്റെ അകത്തുകൊണ്ട് ഈ പടം തിരുകുന്നത്? അപ്പോൾ തിരുകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന് ചില റിപ്പോർട്ടുകൾ ഈ ധന്യയെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റിമ കല്ലിങ്കലിൻ്റെയും പാർവതി തിരുവോത്തിൻ്റെയും വലിയ സുഹൃത്തായവർ. അവർ 3 പേരും കൂടി ഏതോ പിക്നിക് സ്പോട്ടിലോ മറ്റോ നിൽക്കുന്ന ഒരു ചിത്രം അത് വന്ന് ഞാനും കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഈ ധന്യ രാജേന്ദ്രൻ ബിക്കിനി ഇട്ട് നിൽക്കുന്ന ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ കണ്ടില്ല, ഞാൻ കാണിച്ചു തരാം. അത് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഇവര് ഇൻസ്റ്റാഗ്രാമിൽ പിറന്നാളിന് ആശംസ നേരുക, അത്രയും അടുപ്പൊക്കെ ഉണ്ട് റിമ കല്ലിങ്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണ്? സുചിത്രയുടെ ആരോപണം നമ്മൾ ഇനി എടുക്കുക, ഗായിക.
അതിൻ്റെ അകത്തെ കഥാപാത്രം റിമ കല്ലിങ്കലാണല്ലോ. റിമ കല്ലിങ്കലാണെങ്കിൽ ഇവരുടെ ന്യൂസ് മിനിറ്റിൻ ധന്യ രാജേന്ദ്രൻ്റെ വലിയ സുഹൃത്തും. അപ്പോൾ ഈ ഡ്രഗ് എന്ന് പറഞ്ഞൊരു വശം ഉണ്ടല്ലോ ഹേമ കമ്മിറ്റിയിലെ, അത് ന്യൂസ് മിനിറ്റ് ധന്യ രാജേന്ദ്രൻ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. ഡ്രഗുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചിട്ടില്ല അവർ ഈ ഇങ്ങനത്തെ സാധനമൊക്കെ പ്രസിദ്ധീകരിക്കുകയും മോഹൻലാലിൻ്റെ പടം വെക്കുകയും ചെയ്യും. ആഷിഖ് കപൂറിനും റിമ കല്ലിങ്കലിനെയും പറ്റി സുചിത്ര പറയുന്നത് അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. റിമ കല്ലിങ്കൽ അവരുടെ സുഹൃത്തുമാണ്. അപ്പോൾ ഇതിൻ്റെ വായനക്കാർ, ഞാനും വല്ലപ്പോഴൊക്കെ ഇത് വായിക്കുന്ന ന്യൂസ് മിനിറ്റ്, ഇതിൻ്റെ വായനക്കാർ എന്ത് ധരിക്കണം? ആ ബന്ധം കൊണ്ട് ഇങ്ങനെ എന്നൊക്കെയല്ലേ സാധാരണ ആളുകൾ, അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് കൈകാര്യം ചെയ്യണം മാധ്യമ പ്രവർത്തനം. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശബ്ദിക്കാൻ പോലും മടിയുള്ള അറപ്പുള്ള വാക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ മാധ്യമത്തിൽ ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ എഴുതാത്തത്. അങ്ങനെ പറഞ്ഞൂടെ? ഓ, അവർക്ക് അറപ്പുള്ള വാക്കാണ്. അവരത് മറ്റേ നന്നായിട്ട് പൊതിഞ്ഞിട്ടൊക്കെ അവർക്ക് പറയാമല്ലോ. ഇപ്പം മണർകാട് മാത്യു മരിച്ചുപോയില്ലേ, വനിതയുടെ എഡിറ്ററായിരുന്ന ആള്, അദ്ദേഹം മറ്റേ അതിൻ്റെ അകത്തൊരു ലൈംഗിക പങ്ക്തി തുടങ്ങി ഉത്തരം പറയുന്ന ഡോക്ടർ എങ്ങനെയാണ് ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഒരു ഉപദേശം മണർകാട് മാത്യുവിന് ഈ ഉടമകൾ കൊടുത്തിരുന്നു. പക്ഷെ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ വായിക്കുന്ന പ്രസിദ്ധീകരണമാണെന്ന് ഓർമ്മ വേണം വനിത എന്നൊക്കെയാണെങ്കിൽ. അപ്പോൾ അത് ഞാൻ നോക്കിക്കോളാം ചോദ്യോത്തരം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡോക്ടർ എഴുതി കഴിഞ്ഞപ്പോൾ ആദ്യ രാത്രിയിലെ ഈ ക്രിയകളെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മണവാളൻ എങ്ങനെയാണ് മണവാട്ടിയുടെ ഉള്ളിലേക്ക് കയറുന്നതെന്നോ അങ്ങനെ എന്തോ ആക്കി മാറ്റി പുള്ളി മറ്റേ മനസ്സിലായി ക്രിയയെ പറ്റി. ഇങ്ങനെ ഈ പോളിഷ്ഡ് ആയിട്ടുള്ള സോപ്പൊക്കെ തേച്ച വേറെ വാക്കുകൾ ഉപയോഗിക്കാമല്ലോ, മരുന്ന് എന്നൊക്കെ ഉപയോഗിക്കാമല്ലോ, മയക്ക് എന്നുള്ളതൊക്കെ മാറ്റിയിട്ട്. ഈ ആഷിഖ് കപൂറിനെ പറ്റിയിട്ട് ഇതിനെ സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ പല ആളുകളും പറയുന്നുണ്ട്. 2018 ജൂലൈയിൽ CT അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ടൊരാൾ ആഷിഖ് കപൂറിനെതിരെ കേസ് കൊടുത്തു. 2.40 ക്രോസ് ഇയാൾ കൊടുത്തു. 2.40 2,40 ലക്ഷം രൂപ. അത് CT അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ ആൾ. അപ്പം ഈ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട കേസ് പോലെ തന്നെ ആഷിഖ് കപൂറിന് ഒരു പടത്തിന് കൊടുത്തു നിർമ്മാണം. അപ്പോൾ 60% പ്രോഫിറ്റ് കൊടുക്കാം അബ്ദുറഹ്മാൻ എന്ന് ആഷിഖ് കപൂർ പറഞ്ഞു. ഒറ്റ പൈസയും കൊടുത്തില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അബ്ദുറഹ്മാൻ്റെ പരാതി ചെന്നു. ഇതിലൊന്നും ആഷിഖ് കപൂർ ഒരു നടപടി എടുത്തിട്ടില്ല. എന്നിട്ടാണ് ആഷിഖ് കപൂർ ഇപ്പോൾ ഫെഫ്കയ്ക്ക് ഈയിടെ ഏതോ ഒരു ആർക്ക് 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് പറയുന്നു. അല്ല, ആഷിഖ് കപൂറിൻ്റെ നമ്മൾ മുമ്പ് പണ്ട് ഇവിടെ കരുണ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ പ്രളയം കഴിഞ്ഞപ്പോൾ ഒരു ഷോ നടന്നിരുന്നു. അത് പിജി ബാലൊക്കെയുള്ളത്. ഈ ആഷിഖ് കപൂർ റിമ കല്ലിങ്കൽ ടീമായിരുന്നു. എന്നിട്ട് ആ കാശ് ആർക്ക് കൊടുത്തില്ല, അതുമായിട്ട് വിദേശത്ത് പോയി അടിച്ചു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്ത വലിയ വിവാദമായിരുന്നു. ആയിരുന്നു. അതിൻ്റെ അകത്ത് പിജി ബാൽ ഉണ്ടായിരുന്നു, സിതാര കൃഷ്ണകുമാറും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെ വലിയ ആരോപണമൊക്കെ വന്നു. ഞങ്ങൾ വിചാരിച്ച പൈസ കിട്ടിയില്ലെന്നോ, ഇൻഡോർ സ്റ്റേഡിയം ബുക്ക് ചെയ്യാനായിട്ട് ഇത്രയായിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് എന്തായാലും പൈസയൊന്നും ആർക്കും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഈ സംഘാടകരെല്ലാം വിദേശത്ത് പോയി അടിച്ചു പൊളിച്ചു എന്നൊരു വാർത്ത പിന്നെ വന്നായിരുന്നു. നേരോ തെറ്റോ. പിന്നെ ഈ കേരളത്തിൽ ഈ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട സർക്കാരാണല്ലോ ഭരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണമൊന്നും വരത്തില്ല. അത് വരില്ല. എന്തൊക്കെ അന്വേഷണങ്ങൾ നടക്കാതിരിക്കുന്നു. ഇപ്പം തന്നെ നമ്മൾ കണ്ട 2 പോലീസുകാരുടെ കാര്യത്തിൽ ആക്ഷൻ വേണ്ടതല്ലായിരുന്നോ? വലിയ ആരോപണങ്ങളാണ് അത് സംബന്ധിച്ച് വന്നിരിക്കുന്നത്. മാത്രമല്ല നടപടി ഉണ്ടാവും എന്നും മറ്റേ മീറ്റിങ്ങിൽ പിണറായി വിജയൻ പറഞ്ഞതാ. ഒരു ആക്ഷനും ഉണ്ടായില്ല. രാത്രിയായപ്പോൾ അതെന്തോ ആവട്ടെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ മലയാള സിനിമ മോഹൻലാലിനെ മാറ്റി നിർത്തിയൊരു മലയാള സിനിമയില്ല. പക്ഷേ മലയാള സിനിമയിൽ നിന്ന് മോഹൻലാൽ നിഷ്കാസനം ചെയ്യപ്പെടണമെന്ന് ചില ആളുകൾ, നേരത്തെ മട്ടാഞ്ചേരി മാഫിയ, എങ്കിലേ സിനിമ തങ്ങളുടെ കൈപ്പിടിയിൽ വരൂ എന്ന് കരുതുന്ന ആളുകളുണ്ട്. വലിയൊരു ദീപസ്തംഭം പോലെ അല്ലെങ്കിൽ ഒരു വൻ മതിൽ പോലെ മോഹൻലാൽ അവിടെ നിൽക്കുകയാണ്. ഈ ഇൻഡസ്ട്രിയിൽ മോഹൻലാലിനെ പോലെ ആളുകളെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന മറ്റൊരാളുമില്ല. ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആനയും കടലും എത്ര കണ്ടാലും മലയാളിക്ക് മതിയാവില്ല. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഒന്നുകൂടി ഉണ്ട്, അത് മോഹൻലാലാണ്. അതെ, മോഹൻലാൽ ഒന്നാമത് നാച്ചുറൽ ആക്ടറാണ്. അഭിനയിക്കാൻ വേണ്ടി ജനിച്ചൊരു ജന്മം. അതാണ്. അങ്ങനെ ഒരാളെ ഇപ്പോൾ സമീപകാലത്തൊരു ലൈംഗിക പീഡന പരമ്പരകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാർത്ത കൊടുക്കുമ്പോൾ മോഹൻലാലിൻ്റെ പടം ചേർക്കുന്ന ഈ പ്രവണത
അങ്ങേറ്റം അപലപനീയമാണ്. ഇതിനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ദുഷ്ടലാക്കുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുമുണ്ട്. നമുക്കറിയാം ഈ ആഷിഖ് അബു ഒക്കെ ആർക്ക് വേണ്ടി നിലകൊള്ളുന്നതാണെന്നൊക്കെ. അല്ലെങ്കിൽ വാര്യൻ കുന്നനെ പറ്റി വലിയ പടം എടുക്കും എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്യുമായിരുന്നു. അതും PF ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരുത്തനാണ് അതിൻ്റെ തിരക്കഥാകൃത്ത്. അല്ല, ആഷിഖ് കപൂറിൻ്റെയും റിമ കല്ലിങ്ങളുടെയും പേര് ഒരുമിച്ച് നമുക്ക് പറയണ്ട. മിക്കവാറും വലിയൊരു വാർത്ത പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.